കുട്ടികൾക്ക് വരാൻ വേണ്ടി പോകുന്ന SSLC +2 പരീക്ഷകൾ തൊട്ടടുത്ത ആഴ്ചയിൽ നമുക്ക് നടക്കാൻ വേണ്ടി പോകാം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, നോമ്പ് നോറ്റ് പോകുന്ന മക്കൾ, അവരുടെ ഭക്ഷണ രീതികൾ, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന സമയവ്യത്യാസങ്ങൾ, അതും അവരുടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി അവർ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പഠനം എളുപ്പമാക്കാൻ വേണ്ടി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? യെസ്, വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണ രീതികൾ. സാധാരണ കുട്ടികൾ എക്സാമിൻ്റെ ഒരുപാട് ദിവസങ്ങൾ മുന്നേ തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ആ സമയത്തുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ രീതികളൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സാം എഴുതുന്ന സമയത്ത് പഠിച്ചത് മറന്നു പോവുക, കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ അവർക്ക് വരാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുന്നേ തന്നെ, അതായത് അവർ പഠിക്കുന്ന സമയത്ത് തന്നെ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഓർമ്മശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് omega-3 ഫാറ്റി ആസിഡ്. ഇതിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുള്ള അയല, മത്തി, ചൂര തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ, വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്സ് തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറേ സമയത്തേക്ക് നിലനിർത്തിക്കൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ധാന്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ബ്രൗൺ റൈസ്, ഗോതമ്പ്. ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടാരി ഉണ്ടല്ലോ, പിന്നെ വീറ്റ്, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും. മറ്റൊന്നാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഓർമ്മശക്തി കൂടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഉദാഹരണത്തിന് ഓറഞ്ച്, ആപ്പിള്, ബ്ലൂബെറീസ് തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ഓർമ്മശക്തി കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് മുട്ട, യോഗട്ട്, പരിപ്പ്, നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടാൻ വേണ്ടി സഹായിക്കും. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദാഹജലമായിട്ടുള്ള വെള്ളം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ദാഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മശക്തി കുറയാനും ഏകാഗ്രത, കോൺസെൻട്രേഷൻ കുറയാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തും എക്സാമിന് പോകുന്ന സമയത്തും പരീക്ഷാ ഹാളിലുമൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ ഡോക്ടറെ, നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവില്ല, ആ ഗണത്തിൽ പെടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ എക്സാമിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. അതിൽപ്പെട്ടതാണ് പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഈ അമിതമായിട്ടുള്ള കഫീൻ കണ്ടന്റ്, അതായത് കോഫി, ചായ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതും ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ്.